ഒരു പാത്രത്തിൽ 200 ഗ്രാം മൈദാപ്പൊടി ഇടുക, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ അരിപ്പൊടി, പിന്നെ വെള്ളം ചേർത്ത് അതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. മാവ് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ടി കൂടാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ആ രീതിയിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുപ്പിൽ ഒരു പാത്രം വെച്ച് പാത്രം ചൂടായ ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്ന ആ സമയത്തിൽ നമുക്ക് പഴമെടുത്ത് അത് നമ്മുടെ രീതിക്കനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം. സൈസ് വലുതോ ചെറുതോ ഏത് രീതിയിൽ വേണമെങ്കിലും. കട്ട് ചെയ്ത പീസസ് നമുക്ക് മാവിൽ മിക്സ് ചെയ്ത് എടുത്ത് എണ്ണയിലോട്ട് ഇടാവുന്നതാണ്. അത് നന്നായി ഒരു ഭാഗം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒരേപോലെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു തവിയിൽ കോരിയെടുത്ത് എണ്ണ വാർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.